ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ ജയശങ്കർ UK എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാർമറുമായിട്ടൊക്കെയുള്ള മീറ്റിംഗ് ഒക്കെ നടന്നു. ബൈലേറ്ററൽ എഗ്രിമെന്റിനെ കുറിച്ച് തന്നെയാണ് ചർച്ച നടത്തിയത്. ചർച്ചകളൊക്കെ കഴിഞ്ഞ് തീർച്ചയായിട്ടും പുറത്തിറങ്ങിയ പത്രസമ്മേളനത്തിൽ ഇരുന്ന സമയത്ത് ചോദ്യങ്ങൾ കുറെ ചോദിക്കപ്പെട്ടു. അതിനകത്തൊരു പാകിസ്ഥാനി എണീറ്റൊരു ചോദ്യം ചോദിച്ചു, കശ്മീരിനെ കുറിച്ച് ട്രംപും മോദിയും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അപ്പം ഈ ഒരു കശ്മീർ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിക്കൂടെ എന്നുള്ള നിലയിലൊക്കെ ഒരു ചോദ്യം. അതിന് മുമ്പ് തന്നെ ഇന്ത്യ കശ്മീരിനെ ഇല്ലീഗലി ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടെ പറഞ്ഞുകൊണ്ടാണ് അയാൾ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നത്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് പാകിസ്ഥാനിയാണ്, ഒരു പാകിസ്ഥാനി പ്രസ് റിപ്പോർട്ടറാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് പാകിസ്ഥാനാണ് നമ്മുടെ സ്ഥലം മോഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വാക്ക് നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട്. അത് ഏറ്റത് കൊണ്ട് തന്നെ ജയശങ്കർ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് കാറിന്റെ അടുത്ത് ഓടി വന്ന് ഒരു ഖാലിസ്ഥാനി, ഈ പന്നന്മാരില്ലേ, ഈ പന്നന്മാരുടെ ടീമുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഖാലിസ്ഥാനികൾ എന്ന് പറഞ്ഞത് തന്നെ പാകിസ്ഥാനികളാണ്. ഏറ്റവും കൂടുതൽ ഈ ഒളിഞ്ഞും മറഞ്ഞും നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിരിക്കുന്ന ഈ മുഖമുടിയാണ് ഈ ഒരു ഖാലിസ്ഥാനി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്ത്യ വിരുദ്ധത കാണിക്കാൻ വേണ്ടിയിട്ട് ജയശങ്കറിന്റെ കാറിന്റെ അടുത്ത് ഓടി വന്ന് ഇന്ത്യൻ ഫ്ലാഗ് എടുത്ത് വലിച്ചു കീറി കളയുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇത് ഒരു സെക്യൂരിറ്റി ത്രെട്ട് ആണ്, ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ആണ്. UK ഗവൺമെന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയുള്ള മീറ്റിംഗ്സിൽ ഫർദർ അവിടെ UK എന്തെല്ലാം മീറ്റിംഗ്സ് ഉണ്ടോ അതിലൊക്കെ ഹൈ ലെവൽ സെക്യൂരിറ്റി ജയശങ്കറിന് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് UK തന്നെ. ഒരു രാജ്യത്തിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെ ഇങ്ങനെ ഒഫീഷ്യൽ വിസിറ്റ് നടത്തുമ്പോഴത്തേക്കും ഹൈ ലെവൽ സെക്യൂരിറ്റി ഒക്കെ ഉറപ്പുവരുത്തേണ്ടതാണ്. UK ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് തീവ്രവാദികൾ ഏറ്റവും കൂടുതൽ തമ്പടിച്ചിരിക്കുന്ന ഒരു സേഫ് ഹെവനായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് UK. അത് നമുക്ക് പറയാൻ യാതൊരു മടിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് UK മുന്നോട്ട് പോകുന്നത്. കാരണം അവിടുത്തെ നിയമങ്ങളിലുള്ള ഒരു സ്വാതന്ത്ര്യം, കാരണം ഇവരുടെ രാജ്യങ്ങൾ അത് കിട്ടാറില്ല. കാരണം അവിടെയൊക്കെ ശരിയാണ്, പിടിച്ചങ്ങ് തൂക്കിക്കൊല്ലും. അപ്പൊ ആ നിയമം അവിടെ ഇല്ലല്ലോ. ഇവരെല്ലാരും കൂടെ അവിടെ പോയി തമ്പടിച്ചിരുന്നുകൊണ്ട് ഇവര് സേഫ് ആയിട്ട് ഇവർക്ക് തീവ്രവാദവും നടത്താം, അതേപോലെ തന്നെ ആ രാജ്യത്തിന് തന്നെ ഉപദ്രവം ചെയ്യാം. ആ രീതിയിലാണ് ഇവരുടെ പോളിസികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്കിപ്പോ കുറെ കാലം കൊണ്ട് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ജയശങ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരൂ. On Kashmir, actually we have done, I think, a good job solving most of it. I think removing Article 370 was step number one. Holding elections, which were done with a very high turnout, was step number 3. I think the part we are waiting for is the return of the stolen part of Kashmir, which is on the under illegal Pakistani occupation. When that's done, I assure you, Kashmir solved. Take a gentleman here on the aisle. Yep. My name is Nisar. I am an author and a journalist. Let me make you a little nervous, Your Excellency. Thank you very much for your dissertation. Yeah. Kashmiris are up in arms because India is occupying Kashmir illegally. That's the reason why they are protesting. Now, given Mr. Trump's zeal for striking peace and peace deal, can Narendra Modi use his friendship with Donald Trump to solve out the problem of Kashmir? There are 1 million soldiers stationed in Kashmir to control 7 million Kashmiris. So what are you going to do about the Kashmir problem? Okay. You haven't spoken about it. Can we just capture the question there? Thank you. Look, on Kashmir, actually we have done, I think, a good job solving most of it. I think removing Article 370 was step number 1. Then restoring growth and economic activity and social justice in Kashmir was step number 2. Holding elections, which were done with a very high turnout, was step number 3. I think the part we are waiting for is the return of the stolen part of Kashmir, which is on the under illegal Pakistani occupation. When that's done, I assure you, Kashmir solved. ഇത് ശരിക്കും പറഞ്ഞാൽ ബോയിങ് എന്ന് പറഞ്ഞ ഒരു ഫ്ലൈറ്റ് കമ്പനി ഉണ്ടല്ലോ, US ഉള്ള ഒരു കമ്പനിയാണ്. US ബേസ്ഡ് കമ്പനിയാണ് ബോയിങ് എന്ന് പറഞ്ഞ ഈ ഫ്ലൈറ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണിത്. വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് അവർ ബഡ്ജറ്റ് ഒക്കെ കുറച്ച് ലോ ആണ്. ഇപ്പൊ കുറച്ച് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു സ്പേസ് ഷട്ടിൽ നടത്തിയവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സുനിത വില്യംസ് ഒക്കെ കുറെ നാൾ കൊണ്ട് സ്പേസ് സ്റ്റേഷനിൽ കിടക്കാണ്. അവർ ഇതുവരെ
താഴോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല രണ്ടുപേരെയും. ഇന്ത്യ ഒരു 1.5 വർഷത്തിന് മുമ്പ് ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, ബൾക്ക് ഓർഡർ ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ബോയിങ് കമ്പനി ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് മാനുഫാക്ചറിങ് ചെയ്യാം എന്നുള്ള നിലയിലൊക്കെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ട് എല്ലാവരും വാർത്ത കൊടുത്തിരുന്നു, ബോയിങ് ഇന്ത്യക്കുള്ളിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ ബോയിങ് ഇന്ത്യക്കുള്ളിൽ വരുന്നു എന്ന് പറഞ്ഞത് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറയുന്നത് അവരുടെ അസംബ്ലിംഗ് സെന്റർ ആണ്, അല്ലാതെ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ല അവർ ഉദ്ദേശിച്ചത്. അപ്പൊ ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് അസംബ്ലിംഗ് സെന്റർ തന്നെ അവർക്ക് ലൈനപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബോയിങ് ഇവിടെ വരുന്നില്ല, അതാണ് സംഭവം മനസ്സിലാക്കേണ്ടത്. അവർ അതിന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ 2043 ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഇന്ത്യക്കുള്ളിൽ 2000+ യാത്രാ വിമാനങ്ങൾ 2043 കൂടിയാണ് ആവശ്യം വരിക എന്നുള്ളത് ഇന്ത്യക്കുള്ളിൽ. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്രാഫ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 2500ഓളം യാത്രാ വിമാനങ്ങൾ 2043 കൂടി ഇന്ത്യക്കുള്ളിൽ ആവശ്യം വരും എന്നുള്ളതാണ്. ആനുവലി പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ പ്രൊഡക്ഷൻ റേറ്റ് വളരെ കുറവാണെന്നാണ് അവർ പറയുന്നത്, ഓർഡർ ഇല്ല എന്നാണ് പറയുന്നവർ. ഇന്ത്യക്കുള്ളിൽ ഒരുപാട് സ്പെയർ പാർട്സുകൾ ഈ ഒരു ബോയിങ് യാത്രാ വിമാനത്തിന് വേണ്ടിയിട്ടുള്ള, അതേപോലെ പല ഹെലികോപ്റ്റേഴ്സിനും വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകൾ ഇന്ത്യക്കുള്ളിലുള്ള ഒരുപാട് SMEs കമ്പനികൾ, സ്മോൾ എന്റർപ്രൈസസ് കമ്പനികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓർഡറുകളെല്ലാം ഈ ഒരു ബോയിങ് കമ്പനി ഇന്ത്യക്കുള്ളിലാണ് കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഒരു അസംബ്ലി ലൈൻ യൂണിറ്റും കൂടെ ഇവിടെ പൈസ മുടക്കി തുടങ്ങേണ്ട കാര്യം എന്തെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഈ ട്രംപിന്റെ ഭരണം വന്നതിന്റെ ഒരു പ്രതിഫലനമാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം താരിഫും കാര്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിന്റെ ഒരു തടസ്സം അമേരിക്കയിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, ഇലോൺ മസ്ക് ഇന്ത്യക്കുള്ളിൽ ടെസ്ല കാറിന്റെ യൂണിറ്റ് ഇതേപോലെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അതിന് നെഗറ്റീവ് കമന്റ് ആണ് പോയത്. ഇപ്പൊ ഇതേപോലത്തെ ബോയിങ് കമ്പനികൾ ഉൾപ്പെടെയുള്ള പല കമ്പനികൾക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ഇനി അമേരിക്കയിൽ ഇന്ത്യക്കുള്ളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അൺഒഫീഷ്യൽ റെക്കോർഡ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും തുടരെ ഈ കമ്പനികളൊക്കെ ഇന്ത്യക്കുള്ളിൽ വരാൻ ഒരു മടി കാണിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സ്പെഷ്യലി USA കമ്പനികൾ. ഐഫോൺ തന്നെ ഏതാണ്ട് 500 ബില്യൺ അമേരിക്കയ്ക്ക് ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഇന്ത്യയുടെ ഫോറിൻ എയ്ഡ് സ്ട്രാറ്റജി. ഈ ഫോറിൻ എയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറെ രാജ്യങ്ങൾക്ക് ഇന്ത്യ പൈസ കൊടുക്കുന്നുണ്ട്, അത് കാലാകാലങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫോറിൻ എയ്ഡ് സ്ട്രാറ്റജി ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പദ്ധതികളിൽ ഇങ്ങനെ കുറെ രാജ്യങ്ങളെ ഇങ്ങനെ പൈസ കൊടുത്ത് കടക്കണിയിൽ പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വിമോചനമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആരുടെയും കഴുത്തിപ്പോയി പിടിക്കാറില്ല, പക്ഷെ ഈ ഒരു നന്ദി തിരിച്ച് ഈ രാജ്യങ്ങളൊന്നും കാണിക്കാറില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പുതിയ ബഡ്ജറ്റിൽ അടുത്ത സബോർഡിനേറ്റഡ് രാജ്യങ്ങൾക്കൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽഡീവ്സിന് ഏതാണ്ട് 470 കോടിയോളം ഇതിനു മുമ്പ് കൊടുത്തോണ്ടിരുന്ന്, പിന്നെ അടുത്ത ബഡ്ജറ്റിൽ നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 കോടിയാണ് മാൽഡീവ്സിന് കൊടുക്കാൻ പോകുന്നത്. 600 കോടി ഇന്ത്യൻ റുപ്പിയാണ് മാൽഡീവ്സിന് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ പട്ടിണിയൊക്കെ മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങൾ തന്നെ ഉത്തരം പറയേണ്ടതാണ്. ശ്രീലങ്കയ്ക്ക് ഏതാണ്ട് $4 ബില്യൺ നീക്കിയിരിപ്പ്. $4 ബില്യൺ ശ്രീലങ്കയ്ക്ക് കൊടുക്കാൻ പോകുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൺഫേംഡ് ആണ്, ഉറപ്പായിട്ടും സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 4 ബില്യൺ ശ്രീലങ്കയ്ക്ക്. മത്സ്യത്തൊഴിലാളിയുടെ കേസ് ഞാൻ കുറെ നാൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയോ ഒരു രീതിയിലുള്ള നെഗോസിയേഷനോ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 18ഓളം ഫിഷിംഗ് ബോട്ടുകളും 130-ലധികം മത്സ്യത്തൊഴിലാളികളും അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ് ശ്രീലങ്ക. ആ ശ്രീലങ്കയ്ക്കാണ് ഈ ഒരു $4 ബില്യൺ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും പൈസ കൊടുക്കുമ്പോൾ ഈ പൈസ കൊടുക്കുന്നതിന്റെ തലേ ദിവസം ഈ ആൾക്കാരെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ഈ പൈസ കൊടുത്തൂടെ? ഭൂട്ടാനിന് കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന പൈസ 2150 കോടിയാണ്. ഇത് ഇപ്പം ഇത്തവണ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്, 2543 കോടിയാണ് ഇപ്പൊ ഈ വർഷം നീക്കി വെച്ചിരിക്കുന്നത്. ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ 2025-26 ബഡ്ജറ്റിൽ വെച്ചിരിക്കുന്ന പൈസയാണ് 2543 കോടി ഭൂട്ടാനിന് കൊടുക്കുന്നത്. ഇത് കൂടാതെയുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, മിയാൻമാർ, നേപ്പാൾ, ഇതൊക്കെ ഈ ലിസ്റ്റിൽ വരുന്ന രാജ്യങ്ങളാണ്. അവരുടെയൊക്കെ ഫിഗേഴ്സ് കൊടുത്തിട്ടില്ല. ഇതെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്നും ഫോറിൻ എയ്ഡ് കൈപ്പറ്റുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം കൂടെ പറയുന്നത് ഒറ്റ റീസണേ ഉള്ളൂ കേട്ടോ, ചൈനയെ കൗണ്ടർ ചെയ്യാന്നുള്ള ഒറ്റ റീസണാണ്. അല്ലാതെ വേറെ ആരും വന്നിട്ട് ഇവിടെ മുതലെടുക്കാനൊന്നുമില്ല. ചൈനയെ കൗണ്ടർ ചെയ്യുന്ന ഒറ്റ റീസൺ പറഞ്ഞിട്ടാണ് ഈ ഫണ്ടൊക്കെ പോകുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്ന എത്ര കാലം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും? ചൈന ഇന്നോ നാളെയോ നിർത്തുന്നതാണോ ഈ പരിപാടി? കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഫോറിൻ പോളിസികൾ നമ്മളുടെ ചുറ്റായി കിടക്കുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു പൈസ കൊടുക്കുന്നതിന് പകരമായിട്ട് പൈസ കൊടുക്കാം, കുറച്ചുകൂടെ കുറയ്ക്കേണ്ടതൊക്കെ ഉണ്ട്. അതിലുപരിയായിട്ട് വീണ്ടും ഈ ട്രേഡൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാമല്ലോ. ചൈന ഇങ്ങനെയല്ല പൈസ കൊടുക്കുന്നത്, ചൈന കടമാണ് കൊടുക്കുന്നത്. അവർ തിരിച്ച് ചോദിക്കുമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യം എഴുതി എടുത്തോണ്ട് പോകും. കമ്പൻ തോട്ടയൊക്കെ എഴുതി എടുത്തോണ്ട് പോയില്ലേ 99 വർഷത്തേക്ക്. അല്ലാതെ നമ്മളെ പോലെ ബില്യൺ കണക്കിൽ പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നിരിക്കുന്ന ഏർപ്പാടല്ല. അവൻ നമ്മുടെ ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോയി ജയിലിടുകയും ചെയ്യും, ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ട്രംപ് ഇന്നലെ ഏതാണ്ട് 1.5 മണിക്കൂറോളം
US കോൺഗ്രസിൽ സംസാരിക്കുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരുപാട് അവരുടെ അമേരിക്കയ്ക്ക് വേണ്ട കാര്യങ്ങളും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലും പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് വിഷയങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് 100% ടാക്സ്, അതായത് 100% താരിഫ് ചാർജ് ചെയ്യുന്നു അമേരിക്കയുടെ അടുത്ത് എന്നുള്ള രീതിയിലുള്ള ക്ലെയിം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ട്രംപ്. ഇത് ഞാൻ അന്നേ ട്രംപ് മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ട്രംപ് ഇത് ടാർഗറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞപ്പോഴത്തേക്കും ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിലൊക്കെ പോസിറ്റീവായിട്ടൊക്കെ കാണാനുള്ള ശ്രമമൊക്കെ നടത്തിയായിരുന്നു. അപ്പൊ ഇതിൽ വളരെ വ്യക്തമാണ് ട്രംപ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. യെസ്, ട്രംപ് മോദിയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും മോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് രണ്ടുപേരും നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിൽ പുള്ളി ടാർഗറ്റ് ചെയ്തതിനെയാണ് പറയുന്നത്. ഈ താരിഫ് എന്ന് പറഞ്ഞാൽ തന്നെയും റെസിപ്രോക്കൽ താരിഫ് ഏപ്രിൽ 2-ാം തീയതി മുതൽ ഇന്ത്യയുടെ മേളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ചരക്കുകൾക്കെല്ലാം തന്നെയും റെസിപ്രോക്കൽ താരിഫ് ഉണ്ടാവും. ഏപ്രിൽ 2-ാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ റെസിപ്രോക്കൽ താരിഫിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കാരണം നമ്മൾ കയറ്റി അയക്കുന്ന പല സാധനങ്ങളും അതേ കാറ്റഗറിയിൽപ്പെട്ട സാധനം നമുക്ക് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം എന്നില്ല. ഒന്നെങ്കിൽ പ്രൈസ് വാല്യൂ വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ വാല്യൂ വെച്ചിട്ട്, ഇല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഐഡന്റിറ്റി വെച്ചിട്ട്, ഇങ്ങനെ എന്തെങ്കിലും രീതിയിലായിരിക്കും റെസിപ്രോക്കൽ താരിഫ് ഉണ്ടാക്കുക. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും പോകുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് പ്രോഡക്ട്സിനൊക്കെ നമുക്ക് ഒരിക്കലും ഒരു റെസിപ്രോക്കൽ താരിഫിന് നമുക്ക് വിധേയമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇന്ത്യക്കുള്ളിൽ ഒരുപാട് ഫാർമേഴ്സ് ഉണ്ട്. ഈ ഫാർമേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ചെറുകിട വ്യവസായികൾ, ഈ പരിപ്പ് റീപാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പഞ്ചസാര റീപാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഈ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ചെറുകിട വ്യവസായങ്ങളാണ്. ഇവരുടെ തൊഴിലിനെയൊക്കെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. അഗ്രികൾച്ചർ ചെയ്യുന്ന ഫാർമേഴ്സിനെ മാത്രമല്ല, ഈ രീതിയിലുള്ള ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്ന ആൾക്കാരെയും ഈ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഒക്കെ നടത്തുന്ന ആൾക്കാരെ ഇത് ബാധിക്കും, ഈ റെസിപ്രോക്കൽ താരിഫ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെ അമേരിക്കയിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾക്ക് ഇവിടെ, ആ കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങൾക്ക് ഇവിടെ താരിഫ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഏത് രീതിയിലാണ് ഇന്ത്യ ഇത് ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. നമുക്കിപ്പോ ഈ ട്രംപ് തന്നിരിക്കുന്ന ഒരു പരീക്ഷണം തന്നെയാണ് ഇപ്പൊ ഇത്. ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ. ഈ ഇന്ത്യയിലുള്ള പരിപ്പ്, അരി, പഞ്ചസാര മുതൽ പല പല സാധനങ്ങളും അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നുണ്ട്. അപ്പൊ അത് ആരാണ് അവിടെ ഓർഡർ ചെയ്യുന്നത്? അവിടെ ഇന്ത്യൻ ഷോപ്പുകൾ, ഇന്ത്യൻ ഗ്രോസറികൾ, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകളൊക്കെ നടത്തുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. ഇന്ത്യൻസ് ആണ് അവർ നടത്തുന്നത്. അവർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് കയറി പോകുന്നത് അമേരിക്കയിലോട്ട്. അപ്പൊ അത് അവിടെ അമേരിക്കൻ കസ്റ്റംസിൽ എത്തുമ്പോഴത്തേക്കും അവരാണ് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മേളിൽ അഡീഷണൽ ഡ്യൂട്ടി അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് ആരാണ് ഓർഡർ ചെയ്ത് വരുത്തുന്നത്? ആ സൂപ്പർ മാർക്കറ്റിലെ ആള്, അല്ലെങ്കിൽ ആ ഗ്രോസറിയുടെ ആള്, അല്ലെങ്കിൽ ആ ഇന്ത്യൻ സ്റ്റോർ നടത്തുന്ന ആള് അഡീഷണൽ ആയിട്ട് താരിഫ് കൊടുത്തിട്ടായിരിക്കും ഇപ്പൊ ഈ ഒരു സാധനം അവർ ക്ലെയിം ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞെടുക്കുന്ന സാധനം എന്താക്കും? അവർ അടയ്ക്കുന്ന എക്സ്ട്രാ താരിഫിന് ഇതേപോലെ അഡീഷണൽ പ്രൈസ് ഇട്ട് തന്നെ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒരു പ്രൈസ് ഇൻസൈഡ് അമേരിക്കയുടെ ഉള്ളിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. പക്ഷെ അതേസമയം ഇതേ സെയിം പ്രോഡക്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന അരിയോ പഞ്ചസാരയോ ഉപ്പോ എന്തോ ആയിക്കോട്ടെ, ഇതിനേക്കാളും കുറഞ്ഞ വിലയിൽ വേറെ രാജ്യത്ത് നിന്ന്, ഇപ്പൊ വേറെ യൂറോപ്യൻ മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി പോകുന്ന വെച്ച സാധനങ്ങൾ, അതും ഇതും തമ്മിൽ താരതമ്യം നോക്കുമ്പോഴത്തേക്കും ഇന്ത്യൻ പ്രോഡക്റ്റിന് അവിടെ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള രാജ്യത്തിന്റെ പ്രോഡക്റ്റുകൾ അവിടെ വിറ്റുപോകും. അപ്പൊ അതുകൊണ്ട് അടുത്ത ഓർഡർ ഉണ്ടല്ലോ, ഗ്രോസറി നടത്തുന്ന ആള് അഥവാ ഈ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആള് ഇന്ത്യയിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞായിരിക്കും ഓർഡർ വരുന്നത്. കാര്യം അവിടെ അത്രമാത്രം സെയിൽ ഇല്ല. മോർ സെയിൽ ഉണ്ടെങ്കിലേ മോർ ഓർഡർ വരുള്ളൂ. എക്സ്പോർട്ടിന്റെ വോളിയം കുറയും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങളുടെ അളവ് കുറയും, എക്സ്പോർട്ടിന്റെ ക്വാണ്ടിറ്റി കുറയും. അത് സംഭവിക്കും. ഇത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതിലുപരി ഇപ്പൊ ഞാൻ പറഞ്ഞത് അഗ്രികൾച്ചർ മേഖലയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ, IT, ടെക്സ്റ്റൈൽ, ഇതൊക്കെ തന്നെ മേജർ ആയിട്ട് നമ്മൾ അമേരിക്കയിലോട്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഈ ഒരു താരിഫിൽ പെട്ട് ഇഴയാൻ പോവാണ്. അതിനുള്ളിൽ ട്രംപുമായിട്ട് സംസാരിച്ച അയാൾക്ക് എന്താണോ വേണ്ടതെന്ന് ചോദിച്ച് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ട്രംപ് പറഞ്ഞ ഈ ഒരു കോൺഗ്രസിലെ മീറ്റിംഗിൽ ട്രംപ് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ആരെയല്ല, പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ കൗണ്ടർ ടെററിസത്തിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ തീവ്രവാദം മുട്ടിഞ്ഞ പൊട്ടിത്തെറിയും ആക്രമണങ്ങളൊക്കെ അവിടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. കാര്യം ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് അതിശക്തമായ രീതിയിൽ ബലൂചിസ്ഥാൻ മുന്നോട്ട് വരുന്നുണ്ട്. പല സെക്റ്റുകളിലുള്ള ആൾക്കാരെയും ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അതിന്റെ ഡീറ്റെയിൽ സ്റ്റഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. കാരണം അത് ഇതിനകത്ത് ഇപ്പൊ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ട്രംപിന്റെ ഫസ്റ്റ് ടേമിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ ഈ താലിബാനുകളുമായിട്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ IS തീവ്രവാദികൾ ആ ആക്രമണത്തിൽ കുറച്ച് അമേരിക്കൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാരെ ലിസ്റ്റ് ചെയ്ത്
പാകിസ്ഥാൻ ഇന്റലിജൻസും അമേരിക്കയും കൂടെ ചേർന്നാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്. അപ്പൊ അതിനകത്ത് കുറെ ആൾക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ പാകിസ്ഥാൻ ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ട്രംപിന്റെ കാലാവധി കഴിയുകയും ചെയ്ത് ട്രംപ് ഇറങ്ങി പോവുകയും ചെയ്ത് വൈറ്റ് ഹൗസിൽ നിന്ന്. അതിനുശേഷം ഈ ഡെമോക്രാറ്റുകളാണെങ്കിൽ അതിന് വലിയ താല്പര്യം കാണിച്ചതില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ കേസിനെ ഇപ്പൊ പൊടിതട്ടി എടുത്തിട്ട് ട്രംപ് ചോദിച്ചിരിക്കുകയാണ്, ആ പിടിച്ചോണ്ട് പോയ ആൾക്കാരുണ്ടല്ലോ അവന്മാരെ അമേരിക്കയിലോട്ട് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാഡിഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിക്വസ്റ്റ് പാകിസ്ഥാൻ അഗ്രി ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ പാകിസ്ഥാനെ കൗണ്ടർ ടെററിസത്തിനെതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടാണ് പാകിസ്ഥാനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് ബോധത്തോടു കൂടിയാണോ സംസാരിക്കുന്നത്? ശരിക്കും തീവ്രവാദികളെ പോറ്റി വളർത്തുന്ന ഒരു രാജ്യം ഈ പാകിസ്ഥാനികൾ തന്നെയാണ് ഈ ഒരു അമേരിക്കൻസിന്റെ മേളിൽ ആക്രമണം നടത്തിയത്. എന്നിട്ടാണ് പാകിസ്ഥാനിൽ ടെററിസത്തിനെതിരെ ഭയങ്കരമായിട്ട് പൊരുതുന്നുള്ള രീതിയിലുള്ള പ്രൊമോഷനൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് ഓഫീസ് ഡിസ്കഷനിൽ ഓൾറെഡി തന്നെ അവര് F-16 ഒക്കെ നന്നാക്കാൻ പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ പേരിൽ നടക്കുന്ന നെഗോസിയേഷൻസ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരു നെഗോസിയേഷന്റെ പേരിലാണ് ഇപ്പൊ ഈ ഒരു എക്സ്ട്രാഡിഷൻ ഒക്കെ നടക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് US കോൺഗ്രസിൽ വന്നിട്ട് ഈ ഒരു അഡ്രസ് ചെയ്യുന്നത്? ഇത് പുള്ളി അഡ്രസ് ചെയ്തതിന് ഒരേ ഒരു റീസൺ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അതായത് US ജനങ്ങളെയും ഈ ഒരു സെനറ്റ് മെമ്പേഴ്സിനെയും ഓപ്പോസിറ്റ് പാർട്ടി ലീഡേഴ്സിനെയൊക്കെ ഒരു സൈഡ് ലൈനിലാക്കിക്കൊണ്ട് സെൽഫായിട്ട് ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാവാനാണ് സാധ്യത. അതായത് എന്റെ ഒരു 1.5 മന്തിൽ ഞാൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, നേട്ടങ്ങൾ എന്നുള്ള നിലയിൽ പറഞ്ഞതാവാനാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് വേറെ റീസണും കാണാനില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഖാലിസ്ഥാനികൾ എന്നുള്ള പേരിൽ പാകിസ്ഥാനികൾ നടത്തിയ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിന് നേരെ നടത്തിയ ഒരു ആക്രമണം അത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്, തീവ്രവാദപരമാണെന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വിഷയമായിട്ട് വരാം. താങ്ക് യു.